ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു കൂമ്പും കൊണ്ടുള്ള ഒരു കുഞ്ഞു കട്ട്ലേറ്റ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ട സാധനങ്ങൾ: ഒരു കൂമ്പ് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണിത്, ഒരു സവോള അരിഞ്ഞു വെക്കണം, 5 അല്ലി വെളുത്തുള്ളിയും, ഒരു കഷ്ണം ഇഞ്ചി ചെറിയതും, 2 ഉരുളക്കിഴങ്ങ് വേവിച്ചതുമാണ് നമുക്ക് വേണ്ടത്. ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ കൂമ്പ് ഇതിലേക്കിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും അല്പം കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. കൂടെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ അതൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഇനി അടച്ച് ഒന്ന് വേവിച്ചെടുക്കാവേ. ഇനി നമുക്കിതിൽ പാകത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കാം. നമ്മുടെ കൂമ്പ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി നമുക്ക് ആദ്യം ചട്ടി ചൂടായിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി ഇതിലേക്ക് നമുക്ക് സവോള ഇട്ട് വഴറ്റിയെടുക്കാം. സവോള പാകത്തിന് ഉപ്പിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇളക്കിയതിന് ശേഷം നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച കൂമ്പ് ഇതിനകത്തിട്ട് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കുക. വേവിച്ച് വെച്ച കിഴങ്ങ് ഇതിലേക്ക് ഉടച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇത് ഇനി ഒരു ബോളാക്കി എടുത്ത് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിലും മുക്കി ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡ് മുരിഞ്ഞതിന് ശേഷം അടുത്ത സൈഡ് തിരിച്ചിടാവുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കൂമ്പ് കട്ട്ലേറ്റ് റെഡി ആയി കഴിഞ്ഞു.
ചിക്കൻ കട്ട്ലേറ്റിൻ്റെയും ബീഫ് കട്ട്ലേറ്റിൻ്റെയും രുചി തന്നെയാട്ടോ നമ്മുടെ ഈ കോംബോ കട്ട്ലേറ്റിനും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.